മേഖലയിലും കുടുംബത്തിലും സന്താനങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും കച്ചവടങ്ങളിലും എല്ലാം അല്ലാഹു തആല അവൻ്റെ ബറക്കത്ത് ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഈ രംഗത്ത് റബ്ബിൻ്റെ ദീനിൻ്റെ സേവന വഴിയിൽ നമ്മളൊക്കെ ചെലവഴിക്കുന്ന തുച്ഛമായ സമയവും ഊർജവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മഗ്രിബിന് മുമ്പുള്ള ഒന്നാമത്തെ അവതരണത്തിൽ ശിർക്കിൻ്റെ ചരിത്രവും ആ ശിർക്ക് സംഭവിച്ചാലുള്ള ഭവിഷ്യത്തുകളും മുസ്ലിം ഉമ്മത്തിൽ ആ ശിർക്ക് സംഭവിക്കുമെന്ന പ്രവാചക അധ്യാപനവും അത് സംഭവിച്ചു കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യവും ഇനി ഖിയാമത്തിലേക്ക് അടുക്കുന്തോറും അതിൻ്റെ വ്യാപനം കൂടുതൽ കൂടുതൽ വർദ്ധിക്കുക മാത്രമേ ഉള്ളൂവെന്ന വസ്തുതയുമാണ് വിവരിക്കപ്പെട്ടത്. എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകുന്ന, സ്വർഗം നിഷിദ്ധമായി മാറുന്ന, നരകം നിർബന്ധമായി തീരുന്ന അതിവിദൂരമായ വഴികേടിൽ ചെന്നുപെടുമെന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്ത, നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാതെ പോകുന്ന, നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാത്ത സാഹചര്യമുണ്ടാക്കുന്ന, നാളെ പരലോകത്ത് പ്രവാചകരുടെ ശഫാഅത്ത് പോലും ലഭിക്കാതെ എല്ലാ അർത്ഥത്തിലും നട്ടക്കാരനായി നരകത്തിൽ ചെന്ന് ആപ്പതിക്കേണ്ടുന്ന അത്രയും വലിയ പാപമാണ് ശിർക്ക് എന്ന് നാം മനസ്സിലാക്കി. എങ്കിൽ എന്താണ് ശിർക്ക്? ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ആ ശിർക്ക് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടേക്കെയാണ് എന്ന ഒരു ചെറിയ വിശദീകരണമാണ് ഒരൽപ്പസമയം കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആളുകളുടെ ധാരണ ഒരു കാര്യം ശിർക്കാകണമെങ്കിൽ ഒന്നിലേറെ ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണമെന്നാണ്. അള്ളാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു, സ്വയം കഴിവുള്ള സട്ടാവായ, എല്ലാം നിയന്ത്രിക്കുന്ന സ്വയം കഴിവുള്ളവനായ മറ്റൊരു അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമാണ് ഒരു കാര്യം ശിർക്കായി മാറുക എന്നാണ് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ശിർക്ക് എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥവും അതിൻ്റെ ഇസ്ലാം പഠിപ്പിച്ച സാങ്കേതികമായ ആശയവും അറിയുന്ന ഏതൊരാൾക്കും യഥാർത്ഥത്തിൽ അങ്ങനെ വാദിക്കാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത. ശിർക്ക് എന്ന പദത്തിന് മുൻഗാമികളായ പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാരും ദീനിലെ വ്യത്യസ്തങ്ങളായ വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്ത പണ്ഡിതന്മാരുമെല്ലാം നൽകുന്ന വിശദീകരണങ്ങളെ നാം വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശിർക്ക് എന്നുള്ളത് യദുല്ലു അലാ മുഖാറന വഖിലാഫി ഇൻഫിറാദിൻ എന്നാണ്. ഭാഷാപരമായി അറബി ഭാഷയിൽ ശിർക്ക് എന്ന പദം ശീനും റാവും കാഫും ചേർന്ന് വരുന്ന ശിർക്ക് എന്ന ആ പദം മുഖാറനത്ത്, ഒന്നിൻ്റെ കൂടെ മറ്റൊന്നുകൂടി ചേർന്നു വരിക, ഒറ്റക്കാകുന്ന അവസ്ഥ ഇല്ലാതാവുക എന്നതിനെയാണ് ഭാഷാപരമായി ശിർക്ക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പങ്ക്, ഷെയർ, പാർട്ട്ണർഷിപ്പ്, അതിനാണ് ശിർക്ക് എന്ന് വിളിക്കപ്പെടുന്നത് അറബി ഭാഷയിൽ. കച്ചവടങ്ങളിൽ പങ്കുകാരുണ്ടാവാറുണ്ട്. ബിസിനസ്സുകളിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പാർട്ട്നേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാറുണ്ട്. ലോകത്തൊരാളും പറയില്ല ഒരാൾ മറ്റൊരാളുടെ പാർട്ട്ണർ ആവണമെങ്കിൽ രണ്ടാളും ഒരേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, രണ്ടാളും ഒരേപോലെ അധ്വാനിക്കുന്ന, രണ്ടുപേരും തുല്യധികാരവും അവകാശവുമുള്ളവർ ആണെങ്കിൽ മാത്രമേ ഒരാൾ മറ്റൊരാളുടെ ഷെയർ ഹോൾഡർ ആവുകയുള്ളൂ, പാർട്ട്ണർ ആവുകയുള്ളൂ എന്ന് ഒരാളും പറയുകയില്ല. നേരെ മറിച്ച് 99% ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, 1% മറ്റൊരാളും ഇൻവെസ്റ്റ് ചെയ്തു എങ്കിൽ അതിനും പറയുന്ന പേര് അയാൾ എൻ്റെ ശരീക്കാണ് എന്നാണ്, അയാൾ എൻ്റെ പങ്കുകാരനാണ്, എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ കൂടെ ഷെയർ ഉള്ളവനാണ് എന്നാണ് അതിന് പറയാറുള്ളത്. 2, 3, 4 ആളുകൾ ചേർന്ന് കമ്പനി രൂപീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ആ കമ്പനിക്ക് അറബിൽ പറയുന്ന പദം ശരീക്കത്ത് എന്നാണ്. അഥവാ ഒന്നിലേറെ ആളുകൾ ശിർക്കായിക്കൊണ്ട്, ഷെയറായിക്കൊണ്ട്, പരസ്പരം പങ്കുചേർന്നുകൊണ്ട് അവരാരംഭിക്കുന്ന ഒരു സംരംഭം എന്ന അർത്ഥത്തിലാണ്
അതിന് ശരീക്കത്തെന്ന പദം ഉപയോഗിക്കുന്നത്. ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ആളുകൾക്ക് സാധാരണ പറയാറുള്ളത് ശരീക്കുമാർ എന്നാണ്. അയാൾ ഇയാളുടെ ശരീക്കാണ്, ഞങ്ങൾ രണ്ടുപേരും ശരീക്കുമാരാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചവരാണ് എന്നാണ്. പഠനത്തിൽ തുല്യമാകണമെന്നുണ്ടോ? ഇല്ല. ഒരാൾ പക്ഷെ 1ാം റാങ്കുകാരനായിരിക്കാം, മറ്റേയാൾ ഒരു പക്ഷേ അവസാന റാങ്കുകാരനായിരിക്കാം. ഇത് ഒരുപാട് വ്യത്യാസങ്ങൾ അവർ തമ്മിൽ ഉണ്ടാകാം. എന്നാലും ശരി, അവർ തമ്മിൽ ശരീക്കുമാരാണ്, പാർട്ട്നേഴ്സാണ്. പഠനമെന്ന വിഷയത്തിൽ രണ്ടുപേരും പങ്കാളികളായിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് അവൻ ശരീക്കാണ് എന്ന് പറയുക. റഹ്മാനായ റബ്ബിന് ശരീക്കിനെ സ്ഥാപിക്കുക, റബ്ബിൽ ശിർക്ക് വെക്കുക എന്ന് പറയുമ്പോൾ മാത്രം ഇതെല്ലാം അറിയുന്ന ആളുകൾ പോലും പറയുന്നു അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളയുണ്ട് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശിർക്കാവുകയുള്ളൂവെന്ന് ആളുകൾ വാദിക്കുന്നത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. വിശുദ്ധ ഖുർആന്റെ കൽപ്പന ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹു തആലക്ക് അൻദാദുകളെ, തുല്യന്മാരെ, പങ്കുകാരെ, പാർട്ട്നേഴ്സിനെ, ഷെയർ ഹോൾഡേഴ്സിനെ, പങ്കാളികളെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, സ്ഥാപിക്കാൻ പാടില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ വചനമാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യ ഭാഗം മുതൽ വായിച്ചു പോയാൽ ആദ്യമായി കാണുന്ന 1-ാമത്തെ വിരോധം, 1-ാമത്തെ വിലക്ക് ഈ വചനമാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അല്ലാഹു തആലക്ക് നിങ്ങൾ അൻദാദുകളെ, ശരീക്കുമാരെ, പങ്കുകാരെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല മനുഷ്യരാശിയോട് മൊത്തം യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ആ യാഥാർത്ഥ്യം അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യുക, പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ പണ്ഡിതന്മാർ വ്യത്യസ്തമായ രീതികളിൽ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയതായി കാണാം. തഫ്സീർ റാസിയിൽ അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പരിചയപ്പെടുത്തിയത് വഅമ്മൽ ഇസ്റാഖു, ശിർക്ക് ചെയ്യുക, റബ്ബിന് തുല്യന്മാരെ സ്ഥാപിക്കുക, പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഫവദഉൽ മഅബൂദിയ്യതി ഫീ ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തവരിൽ ആരാധ്യത വകവെക്കലാണ് എന്നാണ്. ഇബാദത്തിന്റെ അർഹത, ആരാധ്യനായിരിക്കുക എന്നത് അല്ലാഹു അല്ലാത്തവരിൽ ഒരാൾ വകവെച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് ഇസ്റാഖാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. ഇമാം സംആനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ശിർക്കുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണങ്ങൾ കാണാം. അദ്ദേഹം പറഞ്ഞത് ഫൽ ഇസ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഹുവ അത് അയ്യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ് എന്നാണ്. അഥവാ അയ്യുജ്മഅ മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ചേർക്കപ്പെടലാണ്. ആരെ? ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ. ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്, അല്ലാഹു തആലക്ക് മാത്രം ജായിസായ, അല്ലാഹു തആലക്ക് മാത്രം ഉണ്ടാകാവുന്ന, റബ്ബിന് മാത്രം അനുവദനീയമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിന്റെ കൂടെ ചേർക്കുക, അതിനാണ് ശിർക്ക് എന്ന് പറയുക എന്നാണ്. അയ്യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹു അല്ലാത്തവരെ കൂടി ചേർക്കലാണ്. ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ജായിസ് അല്ലാത്ത, അല്ലാഹുക്കല്ലാതെ അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരെ കൂടി റബ്ബിന്റെ കൂടെ ചേർക്കലാണ് ശിർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ എന്നാണ്. ഏകദേശം 1000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം സംആനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഇനിയും വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ നൽകപ്പെട്ടതായി കാണാം. അഥവാ ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി ബിമഅന വുജൂബിൽ വുജൂദി കമാലിൽ മജൂസി ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ കമാലി അബദത്തിൽ ഔസാൻ എന്ന് വിശദീകരണം നൽകപ്പെടുന്നുണ്ട്. അഥവാ റഹ്മാനായ റബ്ബിന് ഒരു ശരീക്കിനെ, ഒരു പങ്കുകാരനെ സ്ഥാപിക്കലാണ് ശിർക്ക്. ഒന്നുകിൽ ഉലൂഹിയ്യത്തിന്, അല്ലാഹു തആലയുടെ ആരാധന എന്ന കാര്യത്തിന് റഹ്മാനായ റബ്ബിന് പങ്കുകാരെ ചേർക്കലാണ്. ഏതർത്ഥത്തിലാവാമെന്നോ രണ്ടർത്ഥത്തിൽ. ഒന്നുകിൽ ബിമഅന വുജൂബിൽ വുജൂദി, അസ്തിത്വം അനിവാര്യമാണ്, അവർ ഉണ്ടായേ പറ്റൂ, ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്നർത്ഥത്തിൽ. അതല്ലെങ്കിൽ ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, അതല്ലെങ്കിൽ ഇബാദത്തിന് അർഹതയുണ്ട് എന്നർത്ഥത്തിലാണെങ്കിലും ശരി, അതും ശിർക്കാണ് എന്നാണ്. മറ്റു നിർവചനം ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹ, അല്ലാഹുവിന്റെ ആരാധനയിൽ ഒരു പങ്കുകാരനെ സ്ഥാപിക്കലാണ്. വഖവാസിഹ, അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഉണ്ടോ
അതിലും അഥവാ അല്ലാഹു ഇലാഹാവാൻ എന്തെല്ലാം സവിശേഷതയുണ്ടോ അതിലെല്ലാം അല്ലാഹു അല്ലാത്തവരെ പങ്കു ചേർത്താൽ അതും ശിർക്കാണ് എന്നാണ്. അഥവാ അല്ലാഹു തആല ഖാലിഖാണ്, അത് ഇലാഹിന്റെ സവിശേഷതയാണ്. അല്ലാഹ് റാസിഖാണ്, അല്ലാഹ് മുഹ്യിയാണ്, അല്ലാഹ് മുമീതാണ്, അല്ലാഹ് മുദബ്ബിറാണ്, അല്ലാഹു മാലിക്കാണ്, അല്ലാഹു റാസിഖാണ്. ഇതെല്ലാം ഇലാഹാവുക എന്നതിൻ്റെ സവിശേഷതയാണ്. ഒരാൾ ഇലാഹാകണമെങ്കിൽ ആ ആൾ എന്തായിരുന്നാലും സട്ടാവായിരിക്കണം, നിയന്താവായിരിക്കണം, അന്നദാതാവായിരിക്കണം, ഉടമസ്ഥനായിരിക്കണം, ജീവിപ്പിക്കുന്നവനായിരിക്കണം, മരിപ്പിക്കുന്നവനായിരിക്കണം. ഇതെല്ലാം ഖവാസുൽ ഇലാഹിയ്യ, ഇലാഹിയ്യത്തിന്റെ സവിശേഷമായ ഗുണങ്ങളാണ്. അല്ലാഹു തആലാക്കുള്ള ഈ സവിശേഷമായ ഗുണങ്ങളിൽ അല്ലാഹു അല്ലാത്തവരെ പങ്കു ചേർത്താൽ, അല്ലാഹു അല്ലാത്ത സട്ടാവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്ത നിയന്താവുണ്ട്, മുദബ്ബിറുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്ത റാസിഖുണ്ട്, അന്നദാതാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്ത ഷാഫിയുണ്ട്, രോഗം ശിഫയാക്കുന്നവനുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്ത റബ്ബുണ്ട്, നിയന്താവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്ത സമീഅ്, ബസീർ, അലീം, ഖദീർ തുടങ്ങിയവയിൽ അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്നുവെങ്കിൽ അതും റബ്ബിൽ പങ്കു ചേർക്കലാണ്. ഇതാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ശിർക്ക് എന്ന് അവിടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം സമൂഹത്തിൽ പഠിപ്പിക്കുന്നതോ രണ്ടല്ലയുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സട്ടാവ് വേറെയുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നാണ് നമ്മുടെ നാട്ടിലെ പല ഉസ്താദുമാരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത് ശരിയല്ല. മാത്രവുമല്ല അല്ലാഹു തആല ഏകനാണ്, അഹദാണ് എന്നാണല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാകുന്നുവെന്നാണ്. എന്താണ് ഏകൻ? ലാ നദീറ ല വലാ മസീല ല. റഹ്മാനായ റബ്ബിന് തുല്യന്മാരില്ല, സമന്മാരില്ല. ഏതു കാര്യത്തിലാണ് സമന്മാരില്ലാത്തത്? ഒരൊറ്റ കാര്യത്തിലുമില്ല. അവന്റെ പ്രവൃത്തികളിൽ തുല്യമായവരില്ല, അവന്റെ നാമങ്ങളിൽ തുല്യമായവരില്ല, അവന്റെ വിശേഷണങ്ങളിൽ തുല്യമായവരില്ല, റബ്ബിന്റെ സത്തയിൽ തുല്യമാകുന്നവരില്ല. ലാ ഫീ ദാതിഹി വലാ ഫീ സിഫാതിഹി വലാ ഫീ അഫ്ആലിഹി തആല. അല്ലാഹുവിന്റെ സത്തയിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ അവന്റെ നാമങ്ങളിലോ അവന്റെ വിശേഷങ്ങളിലോ അവനോട് തുല്യമാകുന്ന ആരും തന്നെ ഇല്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ ദാത്തിനോട് കിടപിടിക്കുന്ന ഒരു ദാത്തുണ്ട്, സത്തയുണ്ട് എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് ശിർക്ക് എന്നാണ്. അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന്, അള്ളാഹു കാണും പോലെ കാണുമെന്ന്, അവൻ കേൾക്കും പോലെ കേൾക്കുമെന്ന്, അവൻ അറിയും പോലെ അറിയുമെന്ന് ആരെയെങ്കിലും കുറിച്ച് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് ശിർക്ക് എന്നാണ്. റബ്ബിൻ്റെ നാമങ്ങളെ പോലെ നാമമുള്ളവർ സമീആയവൻ, ബസീറായവൻ, അലീമായവൻ, ഖദീറായവൻ മറ്റൊരുത്തനുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് ശിർക്ക് എന്നാണ്. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഹൽ തഅലമു ലഹു സമീയ. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല വ്യക്തമാക്കി പറയുന്നു, ഹൽ തഅലമു ലഹു സമീയ. റഹ്മാനായ റബ്ബിനോട് പേരൊത്തവനെ നിനക്കറിയുമോ? ഇസ്മിൽ പോലും ഒക്കുന്നവനില്ല, നാമത്തിൽ പോലും ഒക്കുന്നവനില്ല, പേരിൽ പോലും റഹ്മാനായ റബ്ബിനോട് തുല്യമാകുന്ന ആരുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല. ഇങ്ങനെ വ്യത്യസ്തമായ വചനങ്ങളിൽ അല്ലാഹു തആല ആ യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നു. എല്ലാ ദിവസവും ഒരുപാട് തവണ നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അവന് പങ്കുകാരില്ല, തുല്യന്മാരില്ല, സമന്മാരില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഫലാ തജ്അലു ലില്ലാഹി അൻദാദ. അല്ലാഹു തആലാക്ക് നിങ്ങൾ അന്താദുകളെ, തുല്യന്മാരെ, സമന്മാരെ ഉണ്ടാക്കരുതേ എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. ഇതാണ് സഹോദരങ്ങളെ ശിർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ ശിർക്ക് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുമെന്നാണ് നബി തങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച വചനം നാം ഇവിടെ കേട്ടത്. അത് സംഭവിച്ചുവെന്നാണ് ആ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. ഖിയാമത്തിലേക്ക് അടുക്കും തോറും ഈ ഉമ്മത്തിൽ നിന്ന്, ഉമ്മത്തു ദഅവയല്ല, മുഹമ്മദ് നബി തങ്ങൾ വിശ്വസിച്ച ശരിയായ ഉമ്മത്ത്, ആ ഉമ്മത്തിൽ തന്നെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെപ്പോലും ആരാധിക്കുന്ന, ലാത്തയും ഉസ്സയും വീണ്ടും ആരാധിക്കപ്പെടുന്ന സാഹചര്യം ഈ ഉമ്മത്തിന് തിരിച്ചു വരും. എന്നിട്ട് ലോകം അവസാനിക്കുമെന്ന പ്രവാചക വചനം
കഴിഞ്ഞ അവതരണത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. അത് സംഭവിച്ചു. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് വ്യത്യസ്തമായ ധാരാളമായ മേഖലകളിൽ ശിർക്കിന്റെ അതിപ്രസരങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നു. ഏറ്റവും പ്രധാനമായി 10 മേഖലകളിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിച്ചതാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിച്ചത് അതിൻ്റെ പ്രകടമായ രൂപഭാവങ്ങൾ നമ്മൾ കാണുന്നത് ഒന്ന് മാല മൗലീദുകളിലാണ്. റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടികളുടെ പേരിൽ എന്നു പറഞ്ഞുകൊണ്ട് എഴുതിയുണ്ടാക്കിയ മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, വ്യത്യസ്തങ്ങളായ പേരുകളിൽ പലരുമായും ഉണ്ടാക്കിക്കൊണ്ടുവന്ന മൗലിദ് കിതാബുകൾ. ഇത് എൻ്റെ കൈവശമുള്ളത് 333 വക മൗലിദ് കിതാബാണ്. ഇങ്ങനെ പല വകകളായി പലരും ഉണ്ടാക്കുന്ന മൗലിദ് കിതാബുകൾ, അതിൽ ഷറഫ് അനാമും മങ്കൂസ് മൗലിദും ജാല മുഹമ്മദും ബർസഞ്ചിയും അടക്കമുള്ള മൗലിദുകളും, മുഹീദ്ദീൻ മാല, ഇഫാഡി മാല, നഫീസത്ത് മാല, മഞ്ഞക്കുളം മാല, മമ്പുറം മാല, ബദർ മാല തുടങ്ങിയ മാലപ്പാട്ടുകളും, അതേപോലെ കുത്തുബിയത്ത് പോലെ, ഹംസിയത്തുൽ ബദരിയ പോലെ, സലാമത്തുൽ ഈമാൻ പോലെ, കെൻജുൽ അർഷ് പോലെ, ദലായിലുൽ ഖൈറാത്ത് പോലെയുള്ള ബെയ്ത്തുകളും ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പാട്ടുകൾ, പദ്യങ്ങൾ, ഗദ്യങ്ങൾ, പദ്യഗദ്യ സമ്മിശ്രങ്ങൾ, അവയിലൂടെയൊക്കെ കണ്ണോടിച്ചാൽ അവയിലെല്ലാം വ്യക്തമായ ശിർക്കിന്റെ ആശയത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. റഹ്മാനായ റബ്ബിന്റെ നാമങ്ങളെ മഹാന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നത്, റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങളെ മഹാന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നത്, മഹാനായ റഹ്മാനായ റബ്ബിന് മാത്രം അർപ്പിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ, സഹായാർത്ഥനകളെ, നേർച്ചകളെ, തേട്ടങ്ങളെ അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്നത്, അവയെല്ലാം മാലപ്പാട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനെ വിളിച്ചുകൊണ്ട് പാപമോചനത്തിന് പോലും പ്രാർത്ഥിക്കുന്ന വരികളാണ് മങ്കൂസ് മൗലിദിൽ കാണാൻ കഴിയുകയെങ്കിൽ, പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഞാൻ താങ്കളുടെ അടിമയാണ് നബിയെ എന്ന് വിളിക്കുന്ന വരികളാണ് ഷറഫന മൗലിദിൽ കാണാൻ കഴിയുക. ലക അഷ്കൂ ഫിഹി യാ സയ്യിദി ഖൈറുൻ നബി, പ്രവാചകരെ ഞാൻ ചെയ്തു പോയ അറ്റമില്ലാത്ത കണക്കില്ലാത്ത പാപങ്ങൾ, ആ പാപങ്ങൾ ഇതാ നബിയെ അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നുവെന്നാണ് മങ്കൂസ് മൗലിദിലെ വരിയെങ്കിൽ, ഷറഫ് അനാമിലോ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ ഫിഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ എന്നാണ്. അഥവാ പ്രവാചകരെ അങ്ങയുടെ അടിമയാണ് ഞാൻ, അങ്ങയുടെ മിസ്കീനായ സാധുവായ അടിമയാണ് ഞാൻ. അബ്ദുക്കൽ മിസ്കീൻ, താങ്കളുടെ മിസ്കീനായ ഈ അടിമ, യർജു അവനിതാ ആഗ്രഹിക്കുന്ന നബിയെ, ഫളലകൽ ജമ്മൽ ഗഫീർ താങ്കളുടെ ധാരാളമുള്ള ആ ഫളല് ഔദാര്യമാണ് നബിയെ താങ്കളോട് ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നബിയെ ആ ഫളലുകൾ എനിക്ക് നൽകിയാലും എന്ന ആശയമാണ് ഷറഫന മൗലിദിലൂടെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഖുർആൻ അധ്യാപന പ്രകാരം ഹാദാ മിൻ ഫളി റബ്ബി, എന്ത് ലഭിച്ചാലും അതെല്ലാം റബ്ബിന്റെ ഫളലാണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ അടിമയാണ്. നബിതങ്ങൾ പോലും അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നബിതങ്ങളെ കുറിച്ച് പോലും നമ്മൾ പറയുമ്പോൾ, ഇപ്പോഴത്തെ മൗലിദ് കിതാബിൽ നബിയെ താങ്കളുടെ മിസ്കീനായ അടിമയാണ്, താങ്കളുടെ സാധുവായ അടിമയാണ് എന്ന് പറയുന്ന വരികൾ മൗലിദ് കിതാബിലുണ്ട്. കുത്തുബിയത്തിലൂടെ 1000 പ്രാവശ്യം ശൈഖിനെ വിളിക്കുകയാണ്. വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫ്വതിഹി അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. 1000 പ്രാവശ്യം ശൈഖിനെ വിളിക്കുകയാണ്. ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി എല്ലാ മനസ്സാന്നിധ്യത്തോടും കൂടി ശൈഖിനെ വിളിച്ചാൽ ആ ശൈഖ് ഉത്തരം ചെയ്യുമെന്നാണ് കുത്തുബിയത്തിൽ പറയുന്നത്. മുഹീദ്ദീൻ മാലയിലോ വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബൂടതു തീരം ചെയ്യും ഞാനെന്നോ അവർ. ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും ശരി, നാട് പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല, അവൻ്റെ ഭാഷ പ്രശ്നമല്ല. ഏത് ആവശ്യത്തിന്, ഏത് ദേശത്ത് നിന്ന്, ഏത് ഭാഷയിൽ ആരെപ്പ വിളിച്ചാലും ശരി, ആ വിളിയെല്ലാം മുഹീദ്ദീൻ ശൈഖ് കേൾക്കുമത്രേ. 900 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മരിച്ചു മറമാടപ്പെട്ടു പോയ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കുമത്രേ. ഏതു ഭാഷ വിളിച്ചാലും അറിയുമത്രേ. ഏതൊരാൾ വിളിച്ചാലും ആ വിളിച്ചവനെ വേർതിരിച്ചറിയുമത്രേ. അവൻ്റെ പ്രശ്നം മനസ്സിലാക്കുമത്രേ. എന്നിട്ട് അവൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുമത്രേ. അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി.
അവന്റെ ദഅവത്ത്, അവന്റെ ദുആ, ആ ദുആ കാരണമായി ഞാൻ ഉത്തരം ചെയ്യാമെന്ന് ജീലാനി പറഞ്ഞുവെന്നാണ് ഖുതുബിയത്ത് പറഞ്ഞത്. ബൈബിൾ അത് തീരം ചെയ്യും ഞാനെന്നോ അവർ വായപൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് ശൈഖ് പറഞ്ഞുവെന്നാണ് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സമാനമായ വരികളാണ് എല്ലാ മൗലീദിലും, എല്ലാ മാലയിലും, എല്ലാ പാട്ടുകളിലും, എല്ലാ ബൈത്തുകളിലും സമാനമായ ആശയമാണ്. ശിർക്ക് കടന്നു വന്ന ഏറ്റവും പ്രകടമായ ഒന്ന് മാല പാട്ടുകളാണ്, മൗലിദ് കിതാബുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതൊന്നുള്ളത് മഹാന്മാരുമായി ബന്ധപ്പെട്ട അതിരുകവിയലാണ്. അൽ ഗുലുവ്വു ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കാര്യത്തിലെ അതിരുകവിച്ചിലാണ്. അവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, മഹബത്തിന്റെ മറവിൽ അവർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും മദ്ഹ് എന്ന പേരിൽ അവരെക്കുറിച്ച് എന്നും പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ട്. മഹബത്ത് എന്ന പദം പോലും മാറ്റി ഇഷ്ക് എന്ന പദം കൊണ്ടുവന്നു. ഇഷ്ക് പ്രേമമാണ്, സ്നേഹമല്ല. ഇഷ്ക് പ്രേമമാണ്, സ്നേഹമല്ല. അള്ളാഹിനോട് ഇഷ്കില്ല, നബിയോട് ഇഷ്കില്ല, അത് സൂഫി അധ്യാപനമാണ്. അഹ്ലുസുന്നയുടെ വ്യാഖ്യാന പ്രകാരം നബിയോട് മഹബത്താണ്, നബിയോട് ഇഷ്കല്ല. അള്ളാഹിനോട് മഹബത്താണ്, അള്ളാഹിനോട് ഇഷ്കല്ല. സൂഫികൾ മഹബത്ത് എന്ന വാക്ക് മാറ്റി ആ സ്ഥാനത്ത് ഇഷ്കിനെ കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ മറവിൽ എന്തും പറയാമെന്നായി ആഷിഖുർ റസൂൽ എന്ന് സ്ഥാനപ്പേര് പോലും നൽകി പല ആളുകളെയും ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ മഹാന്മാരെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. അല്ല കാണും പോലെ കാണുമത്രേ, അല്ല കേൾക്കും പോലെ കേൾക്കുമത്രേ. CM സ്മരണിക, ആ CM സ്മരണയിൽ രേഖപ്പെടുത്തി വെച്ചു മഹാന്മാരെ കുറിച്ച് അള്ളാഹു കാണും പോലെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന്. അല്ല കാണും പോലെ കാണും, കേൾക്കും, പ്രവർത്തിക്കും. നഊദു ബില്ലാഹ്. CM സ്മരണികയിൽ 1989 ആ ലേഖനം, ആ സ്മരണിക പുറത്തിറങ്ങിയത്. കൊല്ലമെത്രയായി, പക്ഷേ ഇത്രയും കാലങ്ങളായിട്ട് ഇന്നേ വരെ അതൊരു അബദ്ധമാണെന്ന് പറയാൻ, അതല്പം അധികമായെന്ന് പറയാൻ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. അതിലാണ് രേഖപ്പെടുത്തി വെച്ചത് അള്ളാഹു കാണും പോലെ കാണുകയും പ്രവർത്തിക്കുകയും കേൾക്കുകയും ചെയ്യും. മഹാന്മാരെ കുറിച്ച് പറഞ്ഞ് അള്ളാഹിന്റെ സ്ഥാനം തന്നെയാണ് അവർക്ക് വകവെച്ചു കൊടുക്കുന്നത് എന്നർത്ഥം. മൂന്നാമത്, പ്രാർത്ഥനകൾ, തേട്ടങ്ങളൊക്കെ ഇത്തരം ആളിലേക്ക് വഴിമാറിപ്പോയി. ദുആഇനെ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് വിളിക്കുകയും എന്നിട്ട് ഇസ്തിഗാസയാണ്, തവസ്സുലാണ്, ഹഖ് ജാഹ് ബറക്കത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരോട് തേടുന്ന, ഇടയാളന്മാരാക്കുന്ന, നേരിട്ട് തേടുന്ന അവസ്ഥ സമൂഹത്തിലുണ്ടായി. അതാ നാലാമത്തേത്. ഇസ്തിഗാസ എന്ന ഓമന പേരിൽ ദുആഇനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇവിടെ വകതിരിച്ചു വിട്ടു. അല്ല കൊടുത്ത കഴിവ് എന്ന ന്യായം പറയുന്നു, ഹഖ് ജാഹ് ബറക്കത്ത് എന്ന ന്യായം പറയുന്നു. മഹാന്മാർക്കെല്ലാം ബറക്കത്തുണ്ട് എന്നും അവരിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കാമെന്നും അവരെ ബറക്കത്ത് നൽകുന്നവരാണ് എന്നും സമൂഹം വിശ്വസിക്കുന്നു. എന്നിട്ട് അവരെ വാക്ക് കിട്ടിയാൽ മതി, നോക്കിയാൽ മതി, അവർ തടവിയാൽ മതി, അവർ കൊടുത്ത നൂല് മതി, അവർ പറയുന്ന വാക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് പലരുടെയും വീട്ടുവാതിക്കൽ പോയി ക്യൂ നിൽക്കുന്നിടത്തേക്ക് മുസ്ലിം ഉമ്മത്ത് മാറി. അവസാനം ഇപ്പോൾ ചില ആളുകൾ രംഗത്ത് വന്നു, വ്യാജ തങ്ങന്മാരുടെ എണ്ണം കൂടുന്നുണ്ട്, അതുകൊണ്ട് ഒറിജിനൽ തങ്ങന്മാർക്ക് അസോസിയേഷൻ എന്നുവരെ പറഞ്ഞുകൊണ്ട് ജംഇയ്യത്ത് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അസോസിയേഷൻ ഉപയോഗിക്കുന്നിടത്തേക്ക് ചില ആളുകൾ എത്തിപ്പെട്ടു. മഹാന്മാരുടെ പേരിൽ അതിര് കവിഞ്ഞതിൻ്റെ സൈഡ് ഇഫക്റ്റായി, ബൈ പ്രൊഡക്റ്റായി കൊണ്ടുവന്നതാണ് അവരോട് തേടുക, അവരോട് സഹായത്തിനായി അർത്ഥിക്കുക, അവരോട് പ്രാർത്ഥിക്കുക. ലോകത്തെവിടുന്ന് വിളിച്ചാലും ആ വിളി അവർ കേൾക്കുമെന്ന വിശ്വാസം അതിലൂടെ കടന്നു വന്നിരിക്കുന്നു. അഞ്ചാമത് ഈ ഉമ്മത്തിൽ ശിർക്ക് വന്ന മറ്റൊരു വഴിയാണ് ചികിത്സയുടെ മേഖലകൾ, ചികിത്സയുടെ വഴികൾ. ഉറുക്കും ഏലസും മന്ത്രവാദങ്ങളുമൊക്കെയായി ചികിത്സയുടെ മറവിൽ ഒരുപാട് ശിർക്കൻ വിശ്വാസമാണ് സമൂഹത്തിലുള്ളത്. ഉറുക്ക് കെട്ടുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണം കൂടുന്നു. മന്ത്രിച്ചൂതിയ നൂല് എന്ന് പറഞ്ഞ് പലരും കയ്യിലും കാലിലും അരയിലും കഴുത്തിലുമൊക്കെ നൂലുമായ നടക്കുന്നത്. ഏലസ് കെട്ടിയവർ, ഉറുക്ക് കെട്ടിയവർ, നൂല് കെട്ടിയവർ പല വീടുകളിലും പല കുപ്പികളും തൂക്കിയിട്ടിരിക്കുകയാണ്. പലതും കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരിക്കുകയാണ്. കോഴിമുട്ടകളും അതേപോലെ മറ്റു പലതുമായി പലതും എഴുതി കളം വരച്ച് കുത്തി വരച്ച് അത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ആളുകൾ, വീട്ടിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ, അടുപ്പിൽ വെക്കുന്ന ആളുകൾ, വീട്ടിൻ്റെ
റൂഫിൽ വരെ കെട്ടിത്തൂക്കുന്ന ആളുകൾ. ചികിത്സയുടെ ഭാഗമായാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് രോഗം വന്നാലും അത്തരം ആളുകളിലേക്ക് പോകാനാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ്. രോഗം വരുമ്പോഴേക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലാഹുവിനുള്ള പ്രാർത്ഥനയല്ല, അല്ലാഹ് അനുവദിച്ച ചികിത്സാ വഴികളല്ല. പകരം ഇത്തരം ആളുകളിലേക്കാണ്, തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്ക്, സിദ്ധന്മാരിലേക്ക്, ഷെയ്ഖുമാരിലേക്ക്, ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക്, ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ രംഗത്ത് വന്ന് ബോർഡും വെച്ച് കാത്തിരിക്കുന്ന ധാരാളം ചികിത്സാളികൾ. അവിടേക്കാണ് ആളുകളെ മനസ്സ് വേഗം ചെല്ലുന്നത്. രോഗങ്ങൾക്ക് മാത്രമല്ല, കളഞ്ഞുപോയ വസ്തുക്കൾ കിട്ടാൻ, ജോലി ശരിയാവാൻ, വിസ ശരിയാവാൻ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, കടം വീടാൻ, മുറാദ് ഹാസിലാവാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും അവിടെ ചെന്നാൽ മതി എന്നാണ്. തങ്ങളെ പോയി കാണുന്നു, ബീവിയെ പോയി കാണുന്നു, ശൈഖന്മാരെ പോയി കാണുന്നു, സിദ്ധന്മാരെന്ന് പേര് കിട്ടുകൊണ്ട് പലരും രംഗത്ത് വരുന്നു. എന്നിട്ട് അവർ ഉറുക്ക് കൊടുക്കുന്നു, ഏലസ് കൊടുക്കുന്നു. നബി തങ്ങൾ പഠിപ്പിച്ചതോ തീർച്ചയായും മന്ത്രങ്ങൾ, ഏലസുകൾ, തകിടുകൾ അതെല്ലാം ശിർക്ക് തന്നെയാണ് എന്ന് സംശയമില്ലാത്ത വിധം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും വല്ലതും കെട്ടിബന്ധിച്ചാൽ അല്ലാഹു തആല അവനെ അതിലേക്ക് ഏൽപ്പിക്കുമെന്നാണ്. അല്ലാഹ് കൈയൊഴിയും, അവന്റെ മനസ്സുവിന് അതിലേക്കായി, ആ ഏലസിലായി സമാധാനം, ആ നൂലിലായി സമാധാനം. പിന്നെ പടച്ചറബിലേക്ക് മനസ്സ് പോകുന്നില്ല. ആദ്യം രോഗം വന്നപ്പോൾ ഒരു പക്ഷേ ദുആ ചെയ്തിരുന്നു, പിന്നെ തങ്ങളെ പോയി കണ്ടു, ബീവിയെ ചെന്ന് കണ്ടു, ഏലസ് കെട്ടി, പല രീതികളും അയാൾ നിർദ്ദേശിച്ചു, അതൊക്കെ ചെയ്തു. രണ്ടാമത് രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ മനസ്സില്ല, അല്ലാഹുവിനെ ഓർമ്മയാകുന്നില്ല, വേഗം പോവുകയാണ് ആ തങ്ങളെ മുമ്പിലേക്ക്. അന്ന് അവിടെ പോയിട്ടാ സുഖമായത്, അന്ന് അവിടെ ചെന്നിട്ടാ മാറിയത്, ഇനി അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കുകയും രണ്ടാമത്തെ പ്രവാസം അയാൾ നേരെ അങ്ങോട്ട് പോകുന്നു. മാത്രമല്ല, അയാൾ പിന്നെ ഇയാളുടെ ഏജന്റായി മാറുന്നു. ഇയാളുടെ കുടുംബത്തിൽ, ഇയാളുടെ അയൽവാസികളിൽ, ഇയാളുടെ നാട്ടിൽ, ഇയാളുടെ പരിചയക്കാരിൽ ആർക്കെന്ത് രോഗം വന്നാലും ഇയാൾ പറയും അവിടെ പോയാൽ മതി, എനിക്ക് അവിടെ പോയിട്ടാ രോഗം മാറിയത്, ആ ജാറത്തങ്ങ പോയാൽ മതി, ഈ ദർഗയിൽ ചെന്നാൽ മതി, ആ തങ്ങളെ പോയി കണ്ടാൽ മതി, ആ ബീവിയെ കണ്ടാൽ മതി. അയാളെ വാക്കിന് വല്ലാത്ത വിലയാണ്. അയാളെ നൂല് കെട്ടിയാൽ എല്ലാത്തിനും ആശ്വാസമാണ്, അയാളൊന്ന് പറഞ്ഞു കിട്ടിയാൽ എല്ലാത്തിനും സമാധാനമാണ്. അങ്ങനെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ധാരാളമായ ചികിത്സാലികൾ ഒരു യോഗ്യതയുമില്ലാതെ, ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ, ദീനും പഠിക്കാതെ, ഒന്നും പഠിക്കാത്ത ഒരുപാട് ചികിത്സാലികൾ തങ്ങളായും അല്ലാത്തവരായും ആറ്റക്കോയും നാട്ടക്കോയും എല്ലാം രംഗത്ത് വന്നത് അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ. അതൊന്നും ദീനിന്റെ വഴിയല്ല, ശിർക്കിന്റെ വ്യക്തമായ രീതികളാണ്. ഇതാണ് അഞ്ചാമത്തെ രീതി. ആറാമത്തെ രീതി ഇൽമുൽ ഗൈബാണ്. മറഞ്ഞ കാര്യം അറിയുമെന്ന, അദൃശ്യമറിയുമെന്ന വിശ്വാസമാണ്. അല്ലാഹു തആല പരിചയപ്പെടുത്തിയതോ അല്ലയാണ് ആലിമുൽ ഗൈബ്, അദൃശ്യജ്ഞാനി അല്ലയാണ്. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അല്ലയാണ്. അല്ലാമുൽ ഗുയൂബ്, എല്ലാ ഗൈബുകളെയും അറിയുന്നവൻ അല്ലയാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യത്തിന്റെ താക്കോലുകൾ അവന്റെ പക്കലാണ്. എത്രയെത്ര ആയത്തിൽ അല്ലാഹ് പഠിപ്പിച്ചത്. നബിയോടല്ല പറഞ്ഞുവല്ലോ, നബിയെ താങ്കൾ പറയണം, താങ്കൾ പഠിപ്പിക്കണം, എനിക്ക് ഗൈബ് അറിയുകയില്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുകയില്ല എന്ന് നബിയെ താങ്കൾ പറയണേ, താങ്കൾ പ്രഖ്യാപിക്കണേ. ഖുർആന്റെ കൽപ്പനയാണ്. എത്ര വചനങ്ങൾ. ലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ, മറഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ, അദൃശ്യം അറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് സമ്പത്തുക്കൾ എനിക്ക് വാരിക്കൂട്ടാമായിരുന്നു, സമ്പാദിക്കാമായിരുന്നു. പക്ഷേ നബി തങ്ങൾക്ക് അങ്ങനെയൊന്നും സാധിച്ചില്ല. കാരണം മറഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ല. അമ്പിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല, ഔലിയാഇന് മറഞ്ഞ കാര്യം അറിയില്ല, ജിന്നുകൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല, മലക്കുകൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല, ഒരു മനുഷ്യനും മറഞ്ഞ കാര്യം അറിയില്ല. ആലിമുൽ ഗൈബ് അല്ലാഹയാണ്. ഗൈബ് അറിയുന്നവൻ, അദൃശ്യജ്ഞാനമുള്ളവൻ അല്ലാഹു തആലയാണ്. എന്നാൽ ഇവിടെ ബീവിക്ക് ഗൈബ് അറിയും, ബാബക്ക് ഗൈബ് അറിയും, അമ്മക്ക് ഗൈബ് അറിയും, ഉമ്മക്ക് ഗൈബ് അറിയും, ദേവന് ഗൈബ് അറിയും, ദേവിക്ക് ഗൈബ് അറിയും, ദർഗയിൽ പോയാൽ ഗൈബ് അറിയും, ദുർഗയിൽ ചെന്നാൽ ഗൈബ് അറിയും. എല്ലാം ഗൈബിന്റെ കേന്ദ്രങ്ങളായി, അദൃശ്യജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി എല്ലാവരും മാറുകയാണ്. പച്ച ഷാളുമിട്ടിറങ്ങിയാൽ അവരൊക്കെ അദൃശ്യജ്ഞാനമുള്ളവരാണത്രേ. തങ്ങളെന്ന് പേര് വെച്ചാൽ അവരൊക്കെ അദൃശ്യജ്ഞാനമുള്ളവരാണത്രേ. വലിയുല്ലാഹി എന്ന് പേരിട്ടാൽ അവരൊക്കെ അദൃശ്യമറിയുന്നവരാണത്രേ. എൻ്റെ കണ്ണെപ്പോഴും ലൗഹീലെന്നോ
പറഞ്ഞോവരെന്നാണ് മുഹീദ്ദീൻ മാലി പറഞ്ഞത്. ഷെയ്ഖിന്റെ കണ്ണെപ്പോഴും ലൗഹുൽ മഹ്ഫൂദിലാണത്രേ. ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുമെന്നാണ്, അതിലുള്ള കാര്യം അറിയുമെന്നാണ്, അത് പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഒരു വസ്തുവിനോട് കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുമത്രേ. വല്ലോരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകും എന്ന് പറഞ്ഞോവർ. ഏതെങ്കിലും വസ്തുവിനോട് മുഹീദ്ദീൻ ശൈഖെങ്ങാനും കുഞ്ഞെന്ന് പറഞ്ഞാൽ, ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടായിത്തീരുമെന്ന് വരെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നിടത്തേക്ക് സമൂഹമെത്തി. ആറാമത്തെ കാര്യം ഇൽമുൽ ഗൈബ്, അദൃശ്യജ്ഞാനം അറിയുക എന്നതാണ്. ഏഴാമത്തെ കാര്യം റഹ്മാനായ റബ്ബിന്റെ നാമഗുണവിശേഷങ്ങളിൽ തന്നെ ഇത്തരം ആളുകളെ പങ്കുചേർക്കുന്നു. അൽ ഇസ്റാഖു ഫിൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അതിൽ പോലും പങ്കുചേർക്കൽ വരുന്നു. അല്ലാഹുവിന്റെ നാമങ്ങൾ അതേപോലെ തന്നെ മഹാന്മാർക്കുമുണ്ട് എന്ന് വാദിക്കുകയും അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങളെ അതേ അർത്ഥത്തിൽ വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹു ചെയ്യുന്നതെല്ലാം ചെയ്യുമെന്നാണ് സമസ്തയുടെ പ്രസിഡന്റ് കൂടിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരസ്യമായി പ്രസംഗിച്ചു പോയത്. അല്ലാഹു ചെയ്യുന്ന എല്ലാം മഹാന്മാർ ചെയ്യുമത്രേ. അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അതൊക്കെ അള്ളാഹു അല്ലാത്തവർക്കും വകവെച്ചു കൊടുക്കുന്നു. ചില ഖുർആനിക വചനങ്ങൾ അതിനു വേണ്ടി തെറ്റായി ഉപയോഗിക്കുന്നു. നബിയെ കുറിച്ച് റഊഫുർ റഹീം എന്ന് ഖുർആനിലുണ്ടല്ലോ. സമാനമായ വചനങ്ങൾ എടുത്തുകൊണ്ട് അപ്പോൾ അള്ളാഹു റസൂലും റഊഫാണ്, റസൂലും റഹീമാണ് എന്ന ആ പദം എടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റഊഫ് എന്ന നാമത്തെ, റഹീം എന്ന നാമത്തെ, അത് ഉൾക്കൊള്ളുന്ന വിശേഷണത്തെ പ്രവാചകനുമുണ്ടെന്ന് പറയാൻ മുഹീദ്ദീൻ ശൈഖിന് 99 നാമങ്ങളാണ് എന്നാണ് പുതിയ മുഹീദ്ദീൻ മാലി പഠിപ്പിച്ചിരിക്കുന്നത്. 99 നാമങ്ങൾ ശൈഖിനുണ്ടത്രേ. എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആകൂമതെന്നോവർ. എൻ്റെ ഏകൽ, എൻ്റെ കൽപ്പന ഉടയവൻ്റെ കൽപ്പന തന്നെയാണ്, അതുകൊണ്ട് ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടായിത്തീരുമെന്നാണ്. അള്ളാഹിനെ പറ്റി അല്ലാഹു പറഞ്ഞതോ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ മതി. ഫയകൂൻ, അത് ഉണ്ടാകുമെന്ന് അല്ലാഹു പറയുമ്പോൾ അതെ ശൈഖും തന്നെ കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുമെന്നാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല അള്ളാഹിനെ പറ്റി അല്ലാഹു പറഞ്ഞു വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാം വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ മാ നഫിദത് കലിമാതുല്ലാഹ്. ഭൂമിയിലെ എല്ലാ മരങ്ങളെയും പേനയാക്കി ഉപയോഗിച്ചാൽ, സമുദ്രം മുഴുവനും മഷിയാക്കി ഉപയോഗിച്ചാൽ, ശേഷം 7 സമുദ്രങ്ങളെ വീണ്ടും കൊണ്ടുവന്നാലും ശരി, മാ നഫിദത് കലിമാതുല്ലാഹ്, അല്ലാഹുവിന്റെ കലിമാത്ത്, അവന്റെ വചനങ്ങൾ അവസാനിക്കുകയില്ല. സൂറത്തുൽ ലുഖ്മാൻ അൽ കഹ്ഫ് സൂറയിലും പറഞ്ഞുവല്ലോ. ഇതേ ആശയം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ റഹ്മാനായ റബ്ബിന്റെ മഹത്വമാണ് അവിടെ പരിചയപ്പെടുത്തിയത്. എല്ലാ സമുദ്രവും മഷിയാക്കി ഉപയോഗിച്ചു, മരങ്ങളെല്ലാം പേനയാക്കി ഉപയോഗിച്ചു. എന്നിട്ട് ആ മരങ്ങളാകുന്ന പേന കൊണ്ട്, സമുദ്രമാകുന്ന മഷി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങളെ എഴുതാൻ തുടങ്ങിയാൽ മാ നഫിദത് കലിമാതുല്ലാഹ്, അള്ളാഹിന്റെ കലിമത്ത് അവസാനിക്കുകയില്ല. അൽ കഹ്ഫ് സൂറയിലോ ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. അള്ളാഹിന്റെ കലിമത്ത് അവസാനിക്കില്ല, സമുദ്രം അവസാനിച്ചു പോകും. ആ അള്ളാഹിനെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി ആരും തന്നെ ഇല്ല, ഒന്നും തന്നെ ഇല്ല. എന്നാൽ മാലപ്പാട്ടിലോ മരങ്ങൾ കലമായും ബഹ്റ് മയ്യാഗീലും മട്ട് ഫെടാതവർ ഫോരീശ എന്നോവർ. മരങ്ങൾ കലമായി, മരങ്ങൾ പേനയായി, ബഹ്റ് മയ്യാഗീലും, ബഹ്റ് മഷിയുമായാലും ശരി, മട്ട് ഫെടാതവർ ഫോരീശ എന്നോവർ. ശൈഖിന്റെ പോരീശ അവസാനിക്കുകയില്ല. നഊദു ബില്ലാഹ്. റഹ്മാനായ റബ്ബിന്റെ മഹത്വങ്ങളെ, അവന്റെ വിശേഷണങ്ങളെ, അവന്റെ അളമത്തിനെ, അവന്റെ സിഫാത്തുകളെ, അവന്റെ അസ്മാഇകളെ, നാമങ്ങളെ എല്ലാം അല്ലാഹു അല്ലാത്തവർക്ക് അതേപടി വകവെച്ചു കൊടുക്കുന്നു. മറ്റൊരു ഭാഗത്ത് ശിർക്ക് വരുന്ന വഴിയാണ് അല്ലാഹു അല്ലാത്തവരുടെ വജ്ഹ് പ്രതീക്ഷിക്കുക, അസ്ബാബുകളെ അവലംബിക്കുക. അതും ശിർക്കിന്റെ മറുവശമാണ്. അസ്ബാബുകളെ അവലംബിക്കുക. അല്ലാഹു തആല ഈ ലോകത്ത് ഒരുപാട് അസ്ബാബുകളെ, ഒരുപാട് നിമിത്തങ്ങളെ, ഒരുപാട് വ്യവസ്ഥകൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. രോഗം മാറാൻ മരുന്ന് കഴിക്കുക അല്ലാഹു വെച്ച വ്യവസ്ഥയാണ്. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുക അല്ലാഹു വെച്ച വ്യവസ്ഥയാണ്. സമ്പാദിക്കാൻ ജോലി ചെയ്യുക അല്ലാഹു വെച്ച വ്യവസ്ഥയാണ്. പക്ഷേ മരുന്ന് രോഗം മാറ്റുകയില്ല.
വെള്ളം ദാഹത്തെ ശമിപ്പിക്കുകയില്ല, ജോലി കൊണ്ട് മാത്രം സമ്പാദ്യമുണ്ടാവുകയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ മരുന്ന് കഴിച്ച എല്ലാവർക്കും മാറേണ്ടതാണ് രോഗം. മരുന്ന് കഴിച്ചവർക്ക് മാറാത്തതുണ്ട്, മരുന്ന് കഴിക്കാത്തവർക്ക് സുഖപ്പെടുന്നതുമുണ്ട്. രോഗം ശിഫയാക്കുന്നവൻ അല്ലയാണ്, ഷാഫി അല്ലയാണ്. ആ ഷിഫാഇന് അള്ളാഹു വെച്ച നിമിത്തം മാത്രമാണ് മരുന്ന്. സമ്പത്ത് നൽകുന്നവൻ അല്ലയാണ്. ആ സമ്പത്തുണ്ടാകാൻ അല്ല വെച്ചൊരു ഒരു വഴി മാത്രമാണ്, വ്യവസ്ഥ മാത്രമാണ് അധ്വാനിക്കുക. അധ്വാനിച്ചവർക്കെല്ലാം പണമുണ്ടായിട്ടില്ല, അധ്വാനിക്കാത്തവർക്ക് ആർക്കും പണമില്ലാതായി മാറിയിട്ടുമില്ല. അല്ലാഹു തആല നിശ്ചയിച്ച വ്യവസ്ഥ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വ്യവസ്ഥകളെയെല്ലാം ആശ്രയിക്കേണ്ടത്, ഈ വ്യവസ്ഥകളെയെല്ലാം അവലംബിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. തവക്കൽതു അലല്ലാഹ്, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞാൻ രോഗിയായാൽ അവനാണ് ശിഫ നൽകുന്നവൻ. നബി തങ്ങൾ രോഗിയെ ചെന്ന് കണ്ടാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അല്ലാഹുവേ, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല, നീയാണ് ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ. അല്ലാഹ്, നീനല്ലാതെ ഒരാളും ശമനം നൽകുകയില്ല. അതാണ് അല്ലാഹു തആല. ആ അല്ലാഹ്ക്ക് പകരം ഈ വ്യവസ്ഥകളെ ആശ്രയിക്കുക, ഈ വ്യവസ്ഥകളെ അവലംബിക്കുക ശിർക്കിന്റെ മറ്റൊരു വശമാണ്. അള്ളാഹിന്റെ പ്രീതി, അവന്റെ വജ്ഹ് കാക്ഷിക്കുന്ന സ്ഥാനത്ത് അള്ളാഹിന്റെ സൃഷ്ടികളുടെ തൃപ്തിക്ക് വേണ്ടി, സൃഷ്ടികളെ വജ്ഹിന് വേണ്ടി ചെയ്യുക റിയാ, ശിർക്കുൻ ഖഫീ, ചെറിയ ശിർക്ക് എന്നാണ്, ഗോപ്യമായ ശിർക്ക് എന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. അതും ശിർക്കിന്റെ മറ്റൊരു വശമാണ്. 9ാമത്തെ കാര്യം, അല്ലാഹു തആല മുഅ്ജിസത്ത് കറാമത്ത് എന്ന ഇവിടെ നടപ്പാക്കുന്ന അവന്റെ അലാമാത്തുകൾ, അവന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങളെ ഈ മഹാന്മാരുടേതാക്കി അവതരിപ്പിക്കുകയും അവർ കൊടുത്ത കഴിവാണ് എന്ന് വാദിക്കുകയും ആ കൊടുക്കുന്ന കഴിവിന് യാതൊരു പരിധിയുമില്ല എന്ന് വാദിക്കുകയും ചെയ്യുക വഴി ലോകത്തെല്ലാം ചെയ്യുന്നവർ ഇവരാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. മുഅ്ജിസത്തിന്റെ മറവിൽ, കറാമത്തിന്റെ മറവിൽ ഇവിടെ ലോകം ശിഫയാക്കുന്നതും മഹാന്മാർ, അതേപോലെ എല്ലാം നൽകുന്നതും മഹാന്മാർ. ദുനിയാവിലോ ആഖിറത്തിലോ എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം നൽകുന്നത് മഹാന്മാരാണ് എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞു അവസാനം എത്തിയത് മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ മൊത്തം മുദബ്ബിർ, ലോകത്തിന്റെ മൊത്തം നിയന്താവ് അല്ലാഹുവാണ് എന്നുവരെ പറയുന്നിടത്തേക്ക് ഇന്ന് ഉസ്താദുമാർ സമൂഹത്തെ കൊണ്ടെത്തിച്ചു. 9ാമത്തെ അപകടമാണത്. മുഅ്ജിസത്തിനെ, കറാമത്തിനെ തെറ്റായി മനസ്സിലാക്കുകയും അല്ലാഹു നടപ്പാക്കുന്ന അവന്റെ ദൃഷ്ടാന്തങ്ങളെ, അവന്റെ അലാമാത്തുകളെ, അവന്റെ ആയാത്തുകളെ ആരിലൂടെ നടപ്പായോ അവർക്ക് കിട്ടിയ കഴിവായി വ്യാഖ്യാനിക്കുകയും ആ കൊടുത്ത കഴിവിൽ നിന്ന് അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ ലോകത്തെല്ലാം ചെയ്യുന്നത് ഇന്ന് മഹാന്മാരാണ്, ഇന്ന് ഔലിയാക്കന്മാരെന്ന് വാദിക്കുകയും അവസാനം മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ മൊത്തം കൺട്രോളർ, ലോകം മൊത്തം നിയന്ത്രിക്കുന്നവൻ, ജഗൻ നിയന്താവ്, കോഴിക്കോട് ജില്ലയിൽ മടവൂരിലെ CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് എന്ന് വരെ പറയുന്നിടത്തേക്ക് മുഹീദ്ദീൻ ശൈഖ് ഖുത്ബുൽ അഖ്താബാണ് എല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്ന അതിവാദം പറയുന്നതിലേക്ക് ഇവർ എത്തിപ്പെട്ടത് ആ പിഴച്ച വാദത്തിലൂടെയാണ്. ഇത്രയുമായപ്പോ പടച്ചറബും ഈ മഹാന്മാരും തമ്മിൽ പിന്നെ വ്യത്യാസമൊന്നുമില്ല. അപ്പോഴാണ് 10ാമത്തെ പോയിന്റ്. ഇന്ന് ഉസ്താദുമാര് പറയുന്നു, ഈ മഹാന്മാരായ ആളുകളെ കുറിച്ച് പറയുന്നു, അവർ തന്നെയാണ് അല്ലാഹ്, അവർ തന്നെയാണ് അല്ലാഹ്. നഊദു ബില്ലാഹ്. മഹാന്മാരെ കുറിച്ച് പറയുകയാണ്. CM മടവൂരിനെ കുറിച്ച് പറഞ്ഞു. എന്ത്? CM പറഞ്ഞു അത്രേ, അനല്ലാഹ്, ഞാൻ അല്ലയാണ് എന്ന് CM പറഞ്ഞു അത്രേ. കേട്ടോളൂ നിങ്ങൾ, ഒരു മുസ്ലിയാരുടെ പ്രസംഗം അത് പ്രഖ്യാപിക്കുന്നത്. CM പറഞ്ഞു അത്രേ, ഞാൻ അല്ലയാണ് എന്ന്. എവിടെ എത്തിയെന്ന് നോക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ വിശേഷണങ്ങളും നാമങ്ങളും പ്രവർത്തികളും എല്ലാം അല്ലാഹ്ക്ക് തുല്യമായി മാറിയപ്പോൾ പിന്നെ അത് തന്നെ അല്ലാഹ് എന്ന് ആളുകൾ വിചാരിച്ചു. അത് ഉസ്താദുമാർ അംഗീകരിച്ചു കൊടുത്തു. ആ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. സൗണ്ട് അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാഹ് എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ.
അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ശൈഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ശൈഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ശൈഖുന. അപ്പൊ കണ്ടോ, വലിയ ആലിമാണ് ശൈഖുന. ഇത് എന്താ പറഞ്ഞത്? അനല്ലാ, ഞാൻ അള്ളയാകുന്നു. ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹിജറ 300 ജീവിച്ച അബൂ മൻസൂർ ഹല്ലാജ് എന്ന് പറയുന്ന ഒരു മഹാ തട്ടിപ്പുകാരുണ്ടായിരുന്നു. വലിയ വലിയായി രംഗത്ത് വന്ന ആളാണ്, വലിയ ഔലിയായിട്ട് വന്ന ആളാണ്. മുഹിദ്ദീമാനെ കാണാം, ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിപ്പഞ്ഞാനെന്ന് പറഞ്ഞു അവർ. ആ ഹല്ലാജ് വാദിച്ച വാദമാണ് അനല്ലാ അനൽ ഹഖു, ഞാനാണ് അല്ലാ എന്ന് അന്ന് ഹല്ലാജ് പറഞ്ഞു. ഇസ്ലാമിക ഭരണാധികാരി ആ ഹല്ലാജിനെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്തു, പശ്ചാത്തപിക്കാൻ തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ക്ഷണിച്ചു നിന്നു. അനല്ലാ, ഞാൻ അള്ളയാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ചു. വധശിക്ഷ നടപ്പാക്കി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അത് ഹല്ലാജ്. അതേ വാദമാണ് ഇന്ന്. ഇതേ വാദം ഇവിടെ അനല്ലാ, ഞാനാണ് അല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഉണ്ടായത്. അത് CM കുറിച്ച് മാത്രമല്ല, CM കുറിച്ച് മാത്രമല്ല, ഇപ്പതാ ഓരോരുത്തരെ കൊണ്ടുവരികയാണ്. കുരുവട്ടൂർ ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിന് ശൈഖിനെയും സമാനമായ വാക്കുകളായി ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ 9 കാര്യങ്ങൾ, മുകളിൽ പറഞ്ഞ 9 കാര്യങ്ങൾ, ആ 9 കാര്യങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പിന്നെ പടച്ചവരും ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഏറി വന്ന ഉസ്താദുമാർക്ക് പറയാനുള്ളത്, ഒന്ന് കൊടുത്ത കഴിവാണ്, ഒന്ന് സ്വയം കഴിവാണ്. ആ വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല എന്നായപ്പോൾ പിന്നെ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനാവാത്ത വിധം മാറി. അപ്പോൾ പ്രഖ്യാപിക്കുന്നു, ഈ ശൈഖ് തന്നെയാണ് അല്ലാഹ്. അപ്പുറത്ത് വേറെ ഉസ്താദ് പറയുന്നു, ഇരിക്കുന്ന ശൈഖിനെ മുമ്പിലിരുത്തിക്കൊണ്ട് ആ ശൈഖിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഇയാളെ മനുഷ്യനായി കാണണ്ട, ഇത് അള്ളാഹിന്റെ പകരക്കാരനാണ്. കേട്ടോളൂ സഹോദരന്മാരെ, ആ പ്രസംഗം കൂടി കേൾക്കുക നിങ്ങൾ. കുഴപ്പമില്ല, എന്തോ പ്രശ്നമുണ്ട്, ആയിക്കോട്ടെ, ശരിയാവോ? അതായത് ഒരു ശൈഖുന എന്ന് പറഞ്ഞ ഒരാളെ പേരിട്ട് കൊണ്ടുവന്ന് പച്ചപ്പുതപ്പമിട്ട് ഇരുത്തിയിട്ട് പറയാണ്, ഇയാളെ നിങ്ങൾ മനുഷ്യനായി കാണരുത്. അനിസ്ലാമിക വ്യവസ്ഥ, ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ മൂപ്പയ്ക്കുമ്പോൾ സമയം പിന്നെ കൊടുക്കുമ്പോഴായിട്ടില്ല, മൂപ്പ ടൈമായിട്ടില്ല. അപ്പൊ ഈ ഇരിക്കുന്ന ശൈഖുന റബ്ബിന്റെ പകരക്കാരനാണ് എന്നാണ്. അള്ളാഹ്ക്ക് പകരം വന്ന, റബ്ബിന് പകരക്കാരനായി വന്ന ആളാണ് മനുഷ്യനായി കാണരുത് എന്നാ. ശരിയോ? ഉണ്ടെങ്കിൽ മതി, കുഴപ്പമില്ല. ഇത് റബ്ബിൽ നിന്ന് പരിഹാരം കൊടുക്കുന്ന സ്ഥലമാണ്. കോടാനക്കോടി മലക്കുകൾ അവിടെ എല്ലാ സമയത്തുമുണ്ട്. ലക്ഷക്കണക്കിന് ജിന്നുകൾ അവിടെ എന്നുമെന്നും അവർക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ അവിടെ പോയി അദബുകേട് ചെയ്യല്ല. ആരാ ഇരിക്കുന്നത്? ഇത് റബ്ബിന് പകരം വന്ന ആളാണ്. ഇതിനെ മനുഷ്യനായി നിങ്ങൾ കാണരുത്. ഇത് റബ്ബ് നോക്കുന്ന ഇടമാണ്. ഇത് റബ്ബിൽ നിന്ന് പരിഹാരം കൊടുക്കുന്ന സ്ഥലമാണ്. കോടാനക്കോടി മലക്കുകൾ അവിടെ എല്ലാ സമയത്തുമുണ്ട്. ലക്ഷക്കണക്കിന് ജിന്നുകൾ അവിടെ. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? ഇയാൾ നിങ്ങൾ മനുഷ്യനായി കാണരുത്. പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപമാണ്, പക്ഷേ ഇത് റബ്ബിന് പകരം വന്ന ആളാണ്, റബ്ബിന് പകരക്കാരനാണ്. ഇതല്ലേ ശിർക്ക് എന്ന് പറയുക? ഇതല്ലേ പച്ചയായ കുഫ്ർ? ഇതിലെ റബ്ബിൽ നിഷേധിക്കല്, ഇതിലെ റബ്ബിൽ പങ്കു ചേർക്കല്. സഹോദരന്മാരെ, ഈ ഒരു ദുരന്തത്തിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തെത്തിയിരിക്കുന്നു. എല്ലാ രംഗത്തും മഹാന്മാർ എന്ന പേരിൽ
ഏതൊരുത്തനെയും കയറ്റിക്കൊണ്ടുവരാവുന്ന, ഏതു ഭ്രാന്തന്മാരെയും ഏതു മാനസിക രോഗികളെയും ഒരു ബേസുമില്ലാത്തവനെയും മതത്തിന്റെ ബാലപാഠം പോലും പഠിക്കാത്തവനെയും എല്ലാം ഒഴിഞ്ഞളിച്ചു കൊണ്ടുവന്ന് അവരൊക്കെ മഹാന്മാരാണ്, തങ്ങളാണ്, ബീവിയാണ്, ഹോജയാണ്, ശൈഖാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നിടത്തേക്ക് സമൂഹം എത്തി. ഇനിയും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അധികം ശിർക്കിന്റെ മുഖങ്ങൾ സമൂഹത്തിൽ പ്രകടമായി കാണുന്നു. അവിടെയാണ് ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു തൗഹീദിലേക്കുള്ള ദഅവത്തുമായി, ഈ ബാധ്യത നിർവഹണവുമായി അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച ശേഷം അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ ഏറ്റെടുത്ത് നിർവഹിച്ച അല്ലാഹുവിലേക്കുള്ള ക്ഷണം, അദ്ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം. എല്ലാവരും സിഎമ്മിലേക്ക് വിളിക്കുമ്പോൾ, എല്ലാവരും ശൈഖന്മാരിലേക്ക് വിളിക്കുമ്പോൾ ഇവിടെ അദ്ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാളും നല്ല വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്നാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഞാൻ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ് എന്നാണ് നബി തങ്ങൾ പ്രഖ്യാപിച്ചത്. അദ്ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ദഅവത്ത്, അതാണ് ഈ പ്രോഗ്രാമിന്റെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വാശിക്കല്ല, എത്രമാത്രം വലിയ ചതിക്കുടിയിലാണ് ഈ ഉമ്മത്തിനെ പൗരോഹിത്യം കൊണ്ടുപോയി ചാടിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ വിവരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സമയം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരിപ്പിച്ച കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശിർക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപാദിച്ചതും അതുമായി ബന്ധപ്പെട്ടതുമായ ഏതു കാര്യങ്ങളും അവിടെ ചോദിക്കുവാനും ഞങ്ങളെല്ലാം അറിവനുസരിച്ച് കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആരെയും നമുക്ക് ആയിട്ട് വിശദീകരിക്കാം. ഇവിടെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം വരെ ആ നിലക്ക് ചോദ്യോത്തരവുമായി മുന്നോട്ട് പോകാം. ബാക്കി ഇവിടെ ഇതിൻ്റെ അധ്യക്ഷൻ ബാക്കി നിർദ്ദേശങ്ങൾ നൽകും. അതുപ്രകാരം ചോദ്യകർത്താക്കൾക്ക് മുന്നോട്ട് വരാം, അവർക്ക് ചോദ്യം ഉന്നയിക്കാം. ഇൻഷാ അല്ലാഹ് അറിവനുസരിച്ച് ഞങ്ങൾ വിശദീകരിക്കാം. അല്ലാഹു തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.